ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണ്ടത്തിലോട്ട് പോവുകയാണോ. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുക. ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും അവിടെ പിന്നെ 5-6 മുളകുമൊക്കെ നിൽപ്പുണ്ട്. അതേ കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ച് പോവുക. അങ്ങ് കണ്ടത്തിൽ ചെന്നിട്ടില്ല. ഇങ്ങനെ ഈ നടവരം പറഞ്ഞു ഇതിലൂടെ ഞങ്ങൾ പോകുന്നത്. വെള്ളം കയറി കിടക്കുകയായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ മുളകിൻ്റെയൊക്കെ പടമാണ് ഇടാൻ പോകുന്നത്. പിന്നെ ഇനി നമ്മുടെ പാവലും ഒക്കെ തകർന്ന് കിടക്കുന്നതൊക്കെ കാണിക്കാം. അതെല്ലാം മഴയത്ത് പോയതാണ്. അതൊക്കെ ഇനിയും പന്തലൊക്കെ കൊടുക്കാവുന്ന അതിലൊക്കെ കുറേ ഉണ്ടാകും. ഇനി മഴ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി അതൊക്കെ ചെയ്യാം. ഇപ്പം 2 മൂടിനെങ്കിലും ഇപ്പോൾ പന്തൽ തൂണ് കൊടുത്ത് നിർത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. പാവയ്ക്ക പിടിച്ചു വന്നതേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ മഴ കൂടിയത്. കോവലിൻ്റെ തണ്ടെല്ലാം വെട്ടുപോയി. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോന്നുണ്ടാകുന്നത്. എന്നാലും നമ്മുടെ കൂട്ടാൻ വെക്കാനുള്ള കോവയ്ക്ക കിട്ടും ഇപ്പോഴും. ഇതെന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള കോവയ്ക്ക ഉണ്ട്. വെള്ളമായതുകൊണ്ട് ഇങ്ങോട്ട് മുളക് പിച്ചാൻ വരാനൊത്തില്ല. അതുകൊണ്ട് മുളക് കുറേ അങ്ങ് പഴുത്ത് പൊഴിഞ്ഞിട്ടുണ്ട് മുളക്. മഴയായതുകൊണ്ടാണ് ഇതേ മുളക് ശരിക്ക് പിടിച്ചിട്ടില്ല. അതുകൊണ്ടെല്ലാം പൂത്ത് പിടിച്ചു വരുന്നതേ ഉള്ളൂ മുളക്. ഇനി നമുക്ക് വേറെ കരണംപൊട്ടി മുളക് നിൽപ്പുണ്ട്. അതേ കൂടെ കുറേ പറിച്ചുകൊണ്ട് പോകാം. മഴ കൂടുകയാണെങ്കിൽ പിന്നെ ഇതിവിടെ നിന്ന് അങ്ങ് പോകത്തതേ ഉള്ളൂ. അന്നേരം ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതാ ഇപ്പോൾ ഇത് പറിക്കുന്നത്. ഇതും വിളഞ്ഞതാണ്. നിർത്തിയിരുന്നാലും ഈ മുളകിലിപ്പോൾ ആദ്യമായിട്ട് മുളക് പിടിക്കുക. ഇത്രയും വലിപ്പം വന്നെങ്കിലേ ഈ മുളക് പിടിക്കത്തുള്ളൂ. അത് ഈ മുളകിൻ്റെ ഇനത്തിൻ്റെയാണ്. ഒരു 3 മാസമായിട്ട് ഇതേ മുളക് പിടിക്കത്തുള്ളൂ. അല്ല മറ്റുള്ള മുളകിൻ്റെ കൂട്ട് പെട്ടെന്ന് ഇതേ പിടിക്കത്തില്ല മുളക്. ഇത് ചെറിയ കാന്താരിയാണ്. നീലമുളകിൻ്റെ ഒരിനമാണ്. ഇതേ മുളക് പിടിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ മുളകിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല രുചിയുള്ള മുളകായത്. ഇതങ്ങ് പറിച്ചെടുക്കണമെങ്കിൽ വലിയ താമസമാണ്. ഇത് കുറച്ച് നേരം നിന്നെങ്കിലേ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാറ്റടിച്ച് കോവലിൻ്റെ എല്ലാം പന്തലെല്ലാം തകർന്ന് കിടക്കും. അവിടെ പാവലും ഉണ്ടായിരുന്നു. അതെല്ലാം ഇനി നൂത്ത് വയ്ക്കണമെങ്കിൽ തൂണുമെല്ലാം വേറെ കുഴിച്ചിടണം. എന്നാലേ പറ്റത്തുള്ളൂ. അത് ഇനി ഒരു ദിവസം ആകട്ടെ. ഇത് നീലമുളകിൻ്റെ ഒരു ഇനമാണ്. ഇത് പിച്ചെടുക്കാൻ കുറച്ച് താമസമുണ്ട്. അതുപോലൊക്കെ രുചിയും എരിയും ഉള്ള മുളകാണ് ഇത്. തോരനകത്ത് അവിയലിനകത്തിലൊക്കെ ചതച്ചിടാനും എല്ലാത്തിനും നല്ലതാണ്. ഇത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. മറ്റേ കാന്താരിയെല്ലാം പച്ച നിറത്തിലല്ലോ. ഇത് നീല നിറത്തിലെ കാന്താരിയാണ്. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് ഇത് കുറവാണ് മുളക്. ഇല്ലെങ്കിൽ ശരിക്കും ഇതേ മുളകുണ്ട്. ഒരു മൂട് മുളക് 1 കിലോ മുളകൊക്കെ പറിച്ചുകൊണ്ടിരുന്നതാണ്. ഇതും പെട്ടെന്ന് പോകുന്ന മുളകല്ലിത്. ഈ വെള്ളത്തിലായിട്ട് ഇത്രയും മുളക് ഇതേ പിടിച്ചു നിൽക്കുന്നില്ലേ.
മൂട് ചേനയും കൂടെ കിളയ്ക്കാൻ വന്നതായിരുന്നു. അത് ഇനിയൊന്നും നടക്കത്തില്ല ചേന കിളയ്ക്കുന്നത്. ഇപ്പോഴാണ് ചേന തിന്നുന്നത്. ഇപ്പം ചേനയ്ക്ക് നല്ല രുചിയുള്ള സമയമാണ്. ഇപ്പോഴേ കർക്കിടക മാസത്തിൽ കിളയ്ക്കുന്ന ചേനയാണിത്. കുന്താലിയൊന്നും കൊണ്ടുവരാൻ ഒത്തില്ല, അതുകൊണ്ട് ഇനി ഒരു ദിവസം കിളയ്ക്കാം. ഒരു മൂട് ചേനയും കൂടെ കിളച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇനിയും വെള്ളം ഏറിയാലും കുഴപ്പമില്ല. ഒരു മൂട് നട്ടമില്ല, ഒരു മൂട് നമ്മൾ തിന്നുന്നുണ്ടല്ലോ. ഞാൻ തൂമ്പ എടുക്കാൻ പോയതാ. ചേനയുടെ തണ്ട് ഇലയും തോരൻ വയ്ക്കാൻ കൊള്ളാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തണ്ട് തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഇതിൻ്റെ ഇലയും കളയത്തില്ല. ഒത്തിരി താത്ത് നട്ടതായതുകൊണ്ട് ഇത് കിളച്ചെങ്കിലേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. ചേനയുടെ തണ്ട് തോരൻ വയ്ക്കാനാ. ചേന വലുതാണ്, ഇങ്ങോട്ട് ചേന കിട്ടുള്ളൂ. എനിക്ക് നേരെ കളച്ചാൽ മതി. ഈ ചേന ഇപ്പം നല്ലതുപോലെയൊക്കെ വേകുന്ന സമയമാണ്. ഇത് കൂട്ടാൻ വയ്ക്കാനും സാമ്പാറിനകത്തിടാൻ, അവിയലിനകത്തിലിടാൻ എല്ലാത്തിനും നല്ല രുചിയായിപ്പോഴേ. രാസവളം ഒന്നും ഇട്ടതല്ല. ഇനി നമുക്ക് പാവലിൻ്റെ പന്തലെല്ലാം പോയി കിടക്കുക. പാവയ്ക്ക പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതിനൊരു തൂണ് കൊടുക്കാമെങ്കിൽ കുറച്ച് പാവയ്ക്ക നമുക്ക് കിട്ടും. ഇനി അതുകൂടെ കൊണ്ടുവരാം. ഇതെല്ലാം ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മീറ്റർ പാവയ്ക്ക. ഇത് വലിയ പാവയ്ക്ക ആകുന്നതാണ്. ഇതിപ്പം പന്തലൊടിഞ്ഞത് കൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് വലിയ പാവയ്ക്ക പറിക്കാം. ഇപ്പോൾ ഒരു തൂണ് ഇതിന് കൊടുത്തിട്ട് പോകാം. തൂണ് കൊടുത്താൽ ഇതായാലും ഇനിയും പാവയ്ക്ക പിടിക്കും. ഈ തൂണിങ്ങനെ പൊക്കി ഒന്ന് വെക്കാമെങ്കിലേ ഇതിലോട്ട് കുറച്ച് പടന്ന് വന്നിട്ട് ഇനി ഇതാ പാവയ്ക്ക പിടിക്കും. ഇപ്പോൾ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. 2-3 ദിവസമായി ഞാൻ എടുത്തൊഴിയാണ് പാവയ്ക്ക. ഇതെല്ലാം 2 പാവയ്ക്ക മതി നമുക്ക് തീയൽ വെക്കാനും മെഴുക്കുവരട്ടിക്കും ഒക്കെ. അത്രയ്ക്ക് വലിയ പാവലാകുന്നതായി പാവയ്ക്ക. ഇതിനെല്ലാം തൂണെല്ലാം കൊടുത്ത് നിർത്താമെങ്കിൽ നമുക്ക് 2 മാസം കൂടി ഇതൊന്ന് കോവയ്ക്കായും പാവയ്ക്കായും മുളകും എല്ലാം പറിക്കാം. അത് ഈ മഴ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ളതൊക്കെ ഇതൊന്ന് കിട്ടും.
അപ്പം നമുക്കിന്ന് കണ്ടെത്തി വന്നതുകൊണ്ട് ചേനയായി, ചേനത്തണ്ട് തോരനായി, കൂട്ടാനും എല്ലാം ചേനയുണ്ട്, തോരൻ വെക്കാൻ ഇലയും കിട്ടി, പിന്നെ പാവയ്ക്ക കുറച്ച് കിട്ടി, മുളക് ഉണ്ടമുളകും വെള്ളക്കാന്താരിയും പിന്നെ കുറച്ച് കോവയ്ക്ക ഇതെല്ലാം ആയിട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് മഴയില്ലായിരുന്നു, അതുകൊണ്ടാണ് കണ്ടത്തിലോട്ട് ഇറങ്ങി വരാനൊത്തത്. അപ്പോൾ ഇതെല്ലാം ഇന്ന് നമുക്ക് കിട്ടിയതാണ്. ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കൂട്ടാൻ വയ്ക്കാനുണ്ട് ഇതെല്ലാം. അതുകൊണ്ട് ഇനി നമുക്ക് മഴ വരുന്നുണ്ട്, വീട്ടിലോട്ട് പോകാനെല്ലാം തയ്യാറെടുക്കുക. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിന്ന് ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് അങ്ങ് വീട്ടിലോട്ടങ്ങ് പോവുക. ഭയങ്കര മഴ വരുന്നുണ്ട്.